മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫി എന്ന പൂർണ്ണനാമമുള്ള 4 മദ്ഹബുകളിലെ മൂന്നാമത്തെ മദ്ഹബായി അറിയപ്പെടുന്ന ശാഫിഈ മദ്ഹബിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ച ഹിജറ 150 ജനിച്ച് 204 വഫാത്തായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഫലസ്തീനിലെ ഗസയിലാണ് ജനനം. 2ാമത്തെ വയസ്സിൽ മക്കയിലേക്ക് മാതാവിന്റെ കൂടെ വരികയും മക്കയിൽ നിന്ന് 7ാമത്തെ വയസ്സിൽ തന്നെ ഖുർആൻ മുഴുവനായി മനഃപ്പാഠമാക്കുകയും പിന്നീട് മതപഠനത്തിന്റെ രംഗത്ത് 10ാം വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം മനഃപ്പാഠം പഠിക്കുകയും ചെയ്ത വലിയ ഭാഗ്യവാനായിരുന്നു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അങ്ങനെ മക്കയിലെ ഏറ്റവും സാഹിത്യത്തിന്റെ ഉത്തുംഗതയിൽ നിൽക്കുന്ന ഗോത്രം എന്നറിയപ്പെടുന്ന ഹുസൈൽ ഗോത്രവുമായി ബന്ധപ്പെടുകയും അറബി ഭാഷയുടെ എല്ലാ വശങ്ങളും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്ത, കവിതയിലും അതേപോലെ തന്നെ അമ്പെയ്ത്തിലുമൊക്കെ പ്രാവീണ്യം നേടിയ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പലരുടെയും നിർദ്ദേശപ്രകാരം കർമ്മശാസ്ത്ര പഠനത്തിലും മതപഠനത്തിന്റെ മറ്റു മേഖലകളിലും ശ്രദ്ധ പതിപ്പിക്കാൻ തീരുമാനിക്കുകയും മക്കയിൽ മഹാനായ മുസ്ലിം ഇബ്നു ഖാലിദ് സഞ്ചി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ മക്കയിലെ മുഫ്തിയായിരുന്ന മഹാപണ്ഡിതന്റെ കീഴിൽ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു പണ്ഡിതന്മാരുടെ അടുത്തു നിന്നും മതം പഠിക്കുകയും ചെറിയ പ്രായത്തിൽ തന്നെ മുഫ്തിയാവാനുള്ള അഥവാ മതവിധികൾ പറയാനുള്ള യോഗ്യതയുണ്ട് നിങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങൾക്ക് ഫത്വ കൊടുക്കാമെന്ന അനുവാദം മുസ്ലിം ഇബ്നു ഖാലിദ് സഞ്ചി എന്നവർ നൽകുകയും ചെയ്യാൻ മാത്രം പാണ്ഡിത്യത്തിന്റെ നെറുകയിലായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. പിന്നീട് തന്റെ വിശാലമായ പഠനത്തിനു വേണ്ടി അക്കാലഘട്ടത്തിൽ എല്ലാ നാട്ടിൽ നിന്നും പണ്ഡിതന്മാർ പ്രത്യേകം അന്വേഷിച്ചു വരുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദീനത്തെ ദർസിൽ പഠിക്കണമെന്ന ആഗ്രഹം വരികയും മദീനയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു. ആ യാത്രയിൽ 8 ദിവസം നീണ്ടുനിന്ന യാത്രയിൽ 16 ഖത്മ് മദീനത്തെത്തുമ്പോഴേക്ക് ഓതി തീർത്ത ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 8ാം നാൾ അസർ നിസ്കാരത്തിന് മദീനത്തെ പള്ളിയിലെത്തി. അസർ നിസ്കരിച്ചതിനു ശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്ത് മദീനത്തെ പള്ളിയിൽ ഒരു വിഗ്രഹ വീക്ഷണം നടത്തുമ്പോൾ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടെ ദർസ് നടത്തുന്നത് ബഹുമാനപ്പെട്ടവർ കേൾക്കുകയാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദ്ദസനി നാഫിഉൻ അൻ ഇബ്നു ഉമറ അൻ സാഹിബി ഹാദൽ ഖബർ. എന്നോട് നാഫി റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു. നാഫി റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് പറയുന്ന ഗാംഭീര്യമുള്ള ഇരുത്തവും ശബ്ദവും എല്ലാം കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാലിക് ഇമാമിന്റെ ഗാംഭീര്യം എന്നെ വല്ലാതെ ഭയപ്പെടുത്തും വിധത്തിലുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഏതായാലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ചേരാനാണല്ലോ വന്നത് എന്ന നിലക്ക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. കാണാൻ വേണ്ടി മക്കയുടെ ഗവർണറിൽ നിന്ന് മദീനത്തെ ഗവർണർക്ക് റെക്കമെൻഡ് ലെറ്ററൊക്കെ വാങ്ങിയ ചരിത്രമൊക്കെ വിശാലമാണ്. ഏതായാലും അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ആദ്യം തന്നെ പറയുന്നത്, യാ മുഹമ്മദു ഇത്തഖില്ലാഹ വജ്തനിബിൽ മആസിയ ഫഇന്നഹു സയകൂനു ലക ശഅനുൻ ഇന്നല്ലാഹ ഖദ് അൽഖാ അലാ ഖൽബിക നൂറൻ ഫലാ തുത്ഫിഹു ബിൽ മഅസിയ. മോനെ, ഇത്തഖില്ലാഹ്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ഒരു ശരിയായ മുഅ്മിനായി ജീവിക്കണം. വജ്തനിബിൽ മആസിയ, തെറ്റുകുറ്റങ്ങൾ പൂർണ്ണമായും വർജിക്കണം. കാരണം ഫഇന്നഹു സയകൂനു ലക ശഅനുൻ, നിങ്ങൾക്ക് പിന്നീട് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട്. നിങ്ങൾ ചരിത്രത്തിന്റെ ഗതി മാറ്റിയെഴുതാൻ മാത്രം പര്യാപ്തമായ ഒരു പരിഷ്കർത്താവിന്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഇന്നല്ലാഹ ഖദ് അൽഖാ അലാ ഖൽബിക നൂറൻ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഒരു പ്രത്യേകമായ പ്രകാശം വിട്ടു തന്നിട്ടുണ്ട്. ഫലാ തുത്ഫിഹു ബിൽ മഅസിയ, തെറ്റുകൊണ്ട് ആ പ്രകാശത്തെ ഊതിക്കെടുത്തരുത് എന്നിമാം മാലിക് റളിയല്ലാഹു അൻഹു ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചു. അങ്ങയുടെ ദർസിൽ പഠിക്കാനും ഹദീസ് പഠിക്കാനുമാണ് ഞാൻ വന്നത് എന്ന് അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ പള്ളിയിലേക്ക് വന്നോളൂ, വരുമ്പോൾ ഹദീസ് മുവത്ത പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹദീസ് വായിക്കാൻ
ഒരാളെയും കൂടെ കൂട്ടിക്കോളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വായിക്കാൻ ഞാൻ തന്നെ വായിച്ചോളാം, അങ്ങ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ തന്നെ വായിക്കാമെന്ന് പറയുകയും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വായന കേട്ടപ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയും നിർത്താൻ വിചാരിക്കുമ്പോഴൊക്കെ വായന തുടരാൻ നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ട് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടമുള്ള ശിഷ്യനായി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വളരെ പെട്ടെന്ന് മാറുകയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 179-ാമത്തെ വർഷം ആ വഫാത്താകുന്നത് വരെ ആ സൗഹൃദമോ ശിഷ്യത്വമോ ഗുരുശിഷ്യ ബന്ധമോ അതിന്റെ അപ്പുറമുള്ള വളരെ ഡീപ്പായ ആ ബന്ധങ്ങളോ ഒക്കെ നിലനിർത്തി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ താമസിച്ചു. ഷാഫി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ തന്റെ ജീവിതം വീണ്ടും ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. കാരണം ജീവിതത്തിന് വഴികളില്ല, ദാരിദ്ര്യത്തിന്റെ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിതത്തിന് ഒരു ജോലി സമ്പാദിക്കേണ്ട അവസ്ഥ കൂടി തന്റെ മുന്നിലുണ്ട്. അപ്പോഴാണ് യമനിന്റെ ഭരണാധികാരി വരുന്നുണ്ട് എന്ന വിവരമറിഞ്ഞ് ചില പ്രധാനപ്പെട്ട ആളുകൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനു വേണ്ടി അദ്ദേഹത്തോട് റെക്കമെന്റ് ചെയ്യുകയും യമനിലെ ഖാലി എന്ന മഹാസ്ഥാനം നൽകി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആദരിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ നീതിയോടുകൂടെ സത്യസന്ധമായി വിധി പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയിൽ കണിശത പാലിച്ചപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് വളരെ വേഗം ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറി ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പിന്നീട് ഇറാഖിലും അതിനുശേഷം ഈജിപ്തിലുമായി മതപഠനത്തിന്റെയും അതേപോലെ തന്നെ മതപ്രബോധനത്തിന്റെയും മാർഗത്തിലൂടെ മുന്നോട്ടു പോവുകയും നിദാനശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിതാബുർ റിസാല എന്ന പ്രമുഖമായ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം രചിക്കുകയും ചെയ്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പ്രബോധനത്തിന്റെ എല്ലാ മേഖലയിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു വലിയ പണ്ഡിതൻ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആലിമു ഖുറൈശിൻ യംലൂ തിബാഖൽ അർളി ഇൽമ, ലോകത്തിന്റെ മുക്കുമൂലകളെല്ലാം ഇസ്ലാമിക വിജ്ഞാനം കൊണ്ട് നിറക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ടെന്ന്. അതൊട്ടാകെ പരിശോധിച്ചാൽ അതിന് ഫിറ്റായത് ഷാഫി ഇമാം മാത്രമാണെന്ന് ഇമാം മാലിക് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ നിരീക്ഷിച്ചിട്ടുള്ള ആ മഹാമനീഷി പിന്നീട് ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്ന ഒരു മദ്ഹബിന്റെ തന്നെ ആളായി അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ലോകത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും വിജ്ഞാനദാഹികൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ശ്രദ്ധിക്കുന്ന, ഷാഫി ഇമാമിന്റെ വാക്കുകൾ പ്രത്യേകമായി സാഗൂതം കേൾക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. ഈ ജീവിതകാലത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നിദാനശാസ്ത്രത്തിൽ രചിച്ച കിതാബുർ റിസാല എന്ന് പറയുന്ന ആ മഹത്തായ ഗ്രന്ഥത്തെ സംബന്ധിച്ച് മഹാനായ ഇമാം മുസ്ലി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ അദ്ദേഹം പറയുന്നുണ്ട്, 500 തവണ ഞാൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുർ റിസാല ഓതിയിട്ടുണ്ട്. ഓരോ തവണ ഓതുമ്പോഴും നേരത്തെ കിട്ടാത്ത ഒരു പുതിയ വിജ്ഞാനം എനിക്ക് അതിൽ നിന്ന് ലഭിക്കാൻ പറ്റും വിധത്തിൽ വിജ്ഞാനത്തിന്റെ ഒരു നീലുറവ സജീവമാക്കി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാക്കി അള്ളാഹു അതിനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇൽമിനു വേണ്ടി സേവനം ചെയ്ത ദീനിന്റെ ശരിയായ ആശയങ്ങളെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിച്ച ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 204-ാം വർഷം 54-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് ഇതുപോലൊരു റജബ് മാസം 29-ന് വിട പറയുകയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ രാത്രിയായപ്പോൾ ഷഅബാനിന്റെ ചന്ദ്രക്കല ഞങ്ങൾ ആകാശത്ത് ദർശിച്ചുവെന്ന് ആ സംസ്കരണ പ്രക്രിയയിൽ പങ്കെടുത്ത മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മുഹദ്ദബിന്റെ ആമുഖത്തിലൊക്കെ വിശദീകരിച്ചതുപോലെ ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സമൂഹത്തിന് വലിയ വലിയ ഉത്ബോധനങ്ങളും മതത്തിന്റെ ഇൽമിന്റേതായിട്ടുള്ള വലിയ സേവനങ്ങളും നിർവഹിച്ചു മുന്നോട്ട് പോയി. ആവശ്യമായ എല്ലാ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും സമൂഹത്തിന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും വിധത്തിൽ നൽകിയ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സേവനം അല്ലാഹു തആല നമ്മെ തൊട്ടൊക്കെ അതിന് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരോടൊപ്പം നമ്മെ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ കാണിച്ചു തന്ന നേരിന്റെ മാർഗം മുറുകെ പിടിക്കാൻ നമുക്ക് അല്ലാഹു അവസരം നൽകുമാറാവട്ടെ. അവരോടൊപ്പം നമ്മെ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കാണണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ട് താൽക്കാലം വാക്കുകൾ ചുരുക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.